എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കവാക്കിയാണ് കാണിക്കുന്നത്. അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ അവനെക്കൊണ്ട് നടക്കാൻ പോലും വയ്യ. എങ്ങോട്ട് നടന്നു പോവുകയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ജീകൻ അവനെ ഒരിടത്ത് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കവാക്കിയാണെങ്കിൽ ആകെ തളർന്നു നിൽക്കുകയാണ്. നോക്കിയാൽ ഓപ്പോസിറ്റ് ഒരുത്തൻ നടന്ന് വരുന്നുണ്ട്. ഡേയ്, എങ്ങനെയുണ്ട്? ഇത് കേട്ട ഉടനെ കവാക്കി പേടിച്ച് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. ആരാണ് നീ എന്ന് അവൻ ചോദിക്കുകയാണ്. നീ ആ പരീക്ഷണത്തിന് ശേഷവും ജീവനോടെ തന്നെ ഇരിക്കുകയാണോ? ഞാനാ അതിൽ ജയിച്ചത് എന്ന് പറയുകയാണ്. നീ എന്തിനാ എന്നെ നോക്കി ഭയപ്പെടുന്നത്? എന്നെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ കവാക്കി, നീയാണോ അപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് പറയുകയാണ്. കവാക്കി ആണെങ്കിൽ ആകെ പേടിച്ച് അവർ എന്നെ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതാണോ മുഖ്യം? നമ്മൾ ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ അവർ ചൂസ് ചെയ്തിരിക്കുന്നു. അതുവരെ നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറയുകയാണ് അവൻ. കൈ പോയി, എന്നാലും പ്രശ്നമില്ല. അവർ തന്നെ പുതിയ കൈ തന്നു. നോക്കിയാൽ സയൻറ്റിഫിക് കൈ പോലെ തന്നെയാണുള്ളത്. അതായത് അതൊരു സയൻറ്റിഫിക് നിഞ്ച ടൂളാണ്. നോക്കിയാൽ കവാക്കി പേടിച്ച് പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കവാക്കിയുടെ അടുത്ത് വരുന്നു. അവൻ കവാക്കിയെ എടുത്ത് തൂക്കുന്നു. നിന്റെ ബോഡിക്ക് ഒന്നും ആയില്ലേ? അപ്പോൾ എൻ്റെ കൈ മാത്രമാണ് അവർ വെട്ടിയത് എന്നവൻ ആലോചിക്കുന്നു. കാർ സത്യത്തിൽ സൂപ്പറായി തന്നെ ചെയ്തിരിക്കുന്നു. കാറയോ? അത് എന്താ എന്ന് കവാക്കി ചോദിക്കുന്നു. നിനക്ക് ഈ ഓർഗനൈസേഷൻ്റെ പേര് കൂടി അറിയില്ലേ എന്ന് ചോദിക്കുന്നു. എൻ്റെ കൂടെ വാ, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കിയാൽ കവാക്കി ഒന്നും മിണ്ടാതെ അതേ സ്ഥലത്ത് തന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ നിൻ്റെ കൂടെ ഒന്നും വരില്ല. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. എക്സിറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. നോക്കിയാൽ കവാക്കിയുടെ കഴുത്ത് പിടിച്ചവൻ ഞെരിക്കുകയാണ്. എന്താടാ നീ പറയുന്നത്? അതേസമയം നോക്കിയാൽ മറ്റൊരാൾ ഇവൻ ചെയ്യുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ്. അവനാണ് കോജി. ശേഷം ആവട അങ്ങോട്ട് വരുന്നതാണ്. ഗാറ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതുവരെ ബോഡി മുഴുവനായി റെഡിയായിട്ടില്ല, ആമിട പറയുകയാണ്. ഉടനെ കോജി, നീ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. നോക്കിയാൽ കവാക്കിയുടെ കയ്യിലെ കർമ്മ പവർ മൊത്തമായി തെളിഞ്ഞു വരുന്നു. നോക്കിയാൽ ഗാറയുടെ മുഖമേ മൊത്തമായി കത്തിച്ച് കളയുന്നു. നോക്കിയാൽ എൻ്റെ തല എന്ന് പറഞ്ഞ് വേദനിച്ചുകൊണ്ട് അവൻ കരയുകയാണ്. അത് വർക്കാവുന്നുണ്ടെന്ന് പറഞ്ഞ് ആമിട സന്തോഷപ്പെടുകയാണ്. കോജിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. കവാക്കിയാണെങ്കിൽ തൻ്റെ കൈ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശേഷം അടുത്ത സീൻ കാണിക്കുന്നത് ജീകനെയാണ്. നോക്കിയാൽ അവനും ഡെൽറ്റയും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. എന്താ ജീക, ഭക്ഷണം നന്നായിട്ടുണ്ടോ? നിനക്ക് ഇതുപോലെയുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്താ ഡെൽറ്റ, നീ കഴിക്കുന്നില്ലേ? നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ വിഷയം നടന്നതിന് ശേഷം ഞാൻ ഒന്നും കഴിക്കാറില്ല. അതിനെപ്പറ്റി തന്നെയുള്ള ആലോചനയിലാണ്. നോക്കിയാൽ വെസിലിനെ പറ്റിയാണ് പറയുന്നതെന്ന് അവർ പറയുകയാണ്. ഈ കാലഘട്ടത്തിലേക്ക് അവൻ വന്നിരിക്കുന്നു. കോജി എത്ര സമയമെടുക്കും? കോജി നല്ല ഇൻ്റലിജൻ്റ് ആയ ആളാണ്. അവൻ ഒരു മിഷൻ ഏറ്റെടുത്താൽ എല്ലാം വൃത്തിയായി ചെയ്യും എന്ന് ജീകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനെ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ നീ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഡെൽറ്റ ഒറ്റ ചവിട്ടിന് ടേബിൾ അവിടെ നിന്ന് ചവിട്ടി തെറിപ്പിക്കുകയാണ്. നോക്കിയാൽ ടേബിൾ കഷ്ടങ്ങളായി പോയിരിക്കുന്നു. നമുക്ക് വെസലാണ് മുഖ്യം, അത് റിക്കവർ ചെയ്യണമെന്ന് പറയുകയാണ്. നീ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ജീകൻ കൈയൊന്ന് വീശുകയാണ്. നോക്കിയാൽ ഭക്ഷണം ടേബിളും എല്ലാം പഴയതുപോലെ ആവുകയാണ്. തീർച്ചയായും ആ വേസിൽ നമ്മളെ തേടി വരും. ഒരിക്കലും അത് നമ്മളെ വിട്ടു പോകില്ലെന്ന് പറയുകയാണ് ജീകൻ. എന്നെ ഭയപ്പെടുന്ന രീതിക്കൊന്നും നീ ചെയ്യാതിരിക്കുക. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക. എല്ലാം താനേ നടന്നുകൊള്ളും എന്ന് പറയുകയാണ് അവൻ. നീ അങ്ങനെ പറയുകയാണോ? എങ്കിൽ ശരി, നീ പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് അവൾ പറയുന്നു. നീ കോജിയുടെ കൂടെ പോവുക. അവൾ പറയുന്നത് മാത്രം കേൾക്കുക. അവനെ നീ ഫോളോ ചെയ്യണം. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ജീകൻ എല്ലാവരുടെ മേലും ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. ശേഷം ഡെൽറ്റയാണ് കാണിക്കുന്നത്. ഈ കോജി എവിടെ പോയെന്നറിയില്ല. അവനെ കണ്ടുപിടിച്ച് അവൻ്റെ കൂടെ ചേരണം എന്ന് ആലോചിക്കുകയാണ്. നോക്കിയാൽ കോഡെല്ലാം ഒളിച്ചിരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ അടുത്ത സീനാണ് കാണിക്കുന്നത്. ആമിട വന്ന് നിന്നിരിക്കുകയാണ്. ഡെൽറ്റ പോകുന്നത് പ്രശ്നമില്ലേ? ഡിഫിക്കൽട്ട് ആവില്ല എന്ന് ആമിട ചോദിക്കുന്നു. പ്ലാൻ നല്ല രീതിയിലാണല്ലോ പോകുന്നത് എന്ന് അവൻ പറയുന്നു. ഉടനെ ജീകൻ, കുറച്ചു നേരത്തേക്ക് എൻ്റെ അടുത്ത് കാര്യം വരാതെ നോക്കുക. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആമിട ഓക്കെ എന്ന് പറയുന്നു. ശേഷം ഡെൽറ്റയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു നശിച്ച സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. നോക്കിയാൽ അവിടെ ഒരുപാട് പേർ മരിച്ചു കിടക്കുന്നു. ആരാണ് അവിടെ ഇങ്ങനെ അടിച്ച് നുറുക്കിയതൊന്നും അറിയില്ല. നോക്കിയാൽ ഒരുത്തൻ ഒളിച്ചു നിൽപ്പുണ്ട്. അവിടെ മൊത്തം
പൊടി കൊണ്ട് മൂടിയിരിക്കുകയാണ്. സൂക്ഷിച്ചാൽ അത് മറ്റാരുമല്ല ഗാറോ ആണ്. "ഡേയ് ഗാറോ" എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് അവർ. "ഹേയ് ഡെൽറ്റ, നീയോ? നീ വന്നത് ഒരു സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് പറയുകയാണ്. വാ, നമുക്ക് ലാൻഡ് ഓഫ് ഫയറിലേക്ക് പോകണം. വാ എന്ന് പറയുകയാണ്. "ലാൻഡ് ഓഫ് ഫയറോ? അതേടാ, അവിടെ വെസൽ കളഞ്ഞുപോയി. അത് നമ്മൾ എടുക്കാൻ പോകണം." "വെസലോ? അപ്പോൾ ആ മണ്ടൻ കളഞ്ഞു പോയോ?" എന്ന് ചോദിക്കുന്നു. "നിനക്ക് ഇതിനെപ്പറ്റിയെല്ലാം അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന്" അവൾ പറയുന്നു. ഉടനെ അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന ഒരുത്തനെ കൊന്നുതള്ളി അവർ അവിടെ നിന്ന് പോകുന്നു. ശേഷം അടുത്ത സീനാണ് കാണിക്കുന്നത്. അതായത് ബൊറൂട്ട ടീമിനെയാണ് കാണിക്കുന്നത്. നോക്കിയാൽ അവർ കവാക്കി അവിടെ കിടക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അവരെല്ലാവരും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പപ്പറ്റിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇവനാണോ അതിനെയൊക്കെ അടിച്ചു തൂക്കിയതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ ഉള്ള ഡോഗ് കുരയ്ക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഈ നായ് കുരക്കുന്നത് കാരണം അവൻ ജീവനോടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കൊനഹമാരു, അവൻ നമ്മുടെ ശത്രുവോ അതോ മിത്രമോ എന്ന് അറിയില്ല. എന്നിരുന്നാലും അവനെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും. ഒരുപക്ഷെ ട്രാപ്പാവാനും വഴിയുണ്ട്. ആലോചിച്ച് പോകണമെന്ന് പറയുകയാണ്. ഉടനെ ബൊറൂട്ട അവൻ തന്നെ അടികൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നോക്കിയാൽ ബൊറൂട്ട മാത്രമല്ല, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും അവന് വട്ടം കൂടി നിൽക്കുകയാണ്. ശേഷം ഇവന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നു. ശേഷം അവൻ്റെ കൈ ആണ് കാണിക്കുന്നത്. അവൻ്റെ കയ്യിലും ഒരു മാർക്കുണ്ട്. ബൊറൂട്ടയുടെ കയ്യിലും ഇതേ മാർക്ക് ഉണ്ട്. ആരാടാ ഇവൻ എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നു. ഈ പപ്പറ്റിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഇതിനെയൊക്കെ അടിച്ചു തകർത്തത് ഇവനായിരിക്കും എന്നവർ പറയുന്നു. പെട്ടെന്ന് ബൊറൂട്ട അവനെ തൊടാൻ പോകുന്നു. അടുത്ത സെക്കൻഡിൽ അവൻ്റെ കൈ വേദനിച്ചു തുടങ്ങി. അതേസമയം കവാക്കിക്കും ദേഹമാകെ വേദനിക്കാൻ തുടങ്ങി. എന്താടാ ഇത്? എനിക്ക് വേദനിച്ചപ്പോൾ തന്നെ ഇവനും വേദനിക്കുന്നു എന്നാലോചിച്ച് കണ്ണ് തള്ളി ബൊറൂട്ട നിൽക്കുന്നു. കവാക്കിയാണെങ്കിൽ അവൻ്റെ പഴയകാലം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കവാക്കി അടിക്കിട്ടി കിടക്കുകയാണ്. നോക്കിയാൽ ജീവൻ അപ്പോൾ വന്നിട്ടുണ്ടാകും. "നിന്റെ മകനെ എനിക്ക് തന്നാൽ പിന്നെ നിനക്ക് തിരിച്ച് ലഭിക്കില്ല. ഈ ഡീലിന് നീ ഓക്കെ ആണോ?" എന്ന് ചോദിക്കുന്നു. അവൻ്റെ അച്ഛനും ഓക്കെ ആണെന്ന് പറയുന്നു. നോക്കിയാൽ കവാക്കിയുടെ മുന്നിൽ വന്നു നിന്ന്, "ഇന്നു മുതൽ ഞാനാണ് നിന്റെ അച്ഛൻ" എന്ന് പറയുകയാണ്. അവനെ കണ്ടപ്പോഴേ കവാക്കി പേടിച്ചിരിക്കുകയാണ്. "എന്നെ കണ്ട് നീ പേടിക്കുകയൊന്നും വേണ്ട. എൻ്റെ കൂടെ വാ" എന്ന് പറഞ്ഞ് പോവുകയാണ്. ശേഷം പ്രസൻറ്റിൽ "എന്നെ തൊടല്ല തൊടല്ല" എന്ന് പറഞ്ഞ് അലറുകയാണ്. ഉടനെ കൊനഹമാരു അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. നോക്കിയാൽ അവൻ്റെ ദേഹത്ത് നിന്ന് പവർ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. നോക്കിയാൽ കവാക്കി ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ കണ്ണ് തുറക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് കട്ടസാക്കി നോക്കി നിൽക്കുകയാണ്. ഇവനാണ് പപ്പറ്റിനെ അടിച്ച് നുറുക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. മുന്നിൽ കവാക്കി നിൽക്കുകയാണ്. "നിങ്ങളും കാറയുടെ ആളുകളാണോ?" എന്ന് ചോദിക്കുകയാണ്. "നീ എന്താണ് ഈ പറയുന്നത്?" എന്ന് ബറൂട്ട ചോദിക്കുന്നു. ഉടനെ കൊനഹമാരു, "എൻ്റെ പേര് കൊനഹമാരു. ഞാൻ ഹിഡൻ ലീഫ് വില്ലേജിൽ നിന്ന് വരുന്നു." നോക്കിയാൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്ന് കോജി നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നോക്കിയാൽ ഡെൽറ്റ അങ്ങോട്ട് വരും. "എന്താ കോജി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്?" എന്ന് ഡെൽറ്റ ചോദിക്കുന്നു. "ഞാൻ വന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമായോ?" എന്ന് ചോദിക്കുന്നു. "നീ വന്നത് എനിക്ക് സന്തോഷം. പക്ഷേ ഞാൻ നിന്നെ വിളിച്ചതേയില്ല. ജീവൻ പെർമിഷൻ തന്നു. അതുകൊണ്ടാണ് വന്നത്. ഇന്നു മുതൽ ഞാനും നിന്റെ കൂടെ ഉണ്ടാകും" എന്ന് പറയുന്നു. "എന്നെ നിനക്ക് വിശ്വാസമില്ല, അതുകൊണ്ടല്ലേ വന്നത്?" എന്നവൻ ചോദിക്കുന്നു. "അതൊക്കെ വിട്. കവാക്കിയെ ഇവിടെ ദൂരത്ത് നിന്ന് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. മറ്റവൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ മരിച്ചു പോയെന്ന് പറയുന്നു. "നീ ആരെയെങ്കിലും കൂട്ടിയാണോ വന്നത്?" എന്ന് കോജി ചോദിക്കുന്നു. "അതെ, ഞാൻ ഗാറോയെ കൂട്ടിയാണ് വന്നത്" എന്ന് പറയുന്നു. "ആ മണ്ടനെയോ?" അതേസമയം കവാക്കി ലീഫ് ഷിനോബി എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. "ഞങ്ങൾ ഇതുവഴിയാണ് പോകേണ്ടിയിരുന്നത്. അപ്പോഴാണ് നിന്നെ കണ്ടത്" എന്ന് കൊനഹമാരു പറയുന്നു. "ഞങ്ങൾ എയർഷിപ്പിനെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനാണ് വന്നത്" എന്ന് പറയുന്നു. "ഇവിടെ എന്താ നടക്കുന്നത്? അതുമാത്രം നീ പറയുന്ന കൊനഹമാരു അവനോട് ചോദിക്കുന്നു. "ഈ വിഷയം ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു വിശ്വാസം വയ്ക്കണം. പക്ഷേ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല" എന്ന് കവാക്കി പറയുന്നു. ഉടനെ "എന്നെ വിട്ടു പോകൂ" എന്ന് കവാക്കി പറയുന്നു. "അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല" എന്ന് കൊനഹമാരു പറയുന്നു. "നീ ഞങ്ങളുടെ കൂടെ വരണം. നീ വന്നില്ലെങ്കിൽ നിന്നെ ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ" എന്ന് പറയുന്നു. "എന്നാൽ നിങ്ങൾ മരിക്കാൻ പോകുന്നു" എന്ന് കവാക്കി പറയുന്നു. പെട്ടെന്ന് ബൊറൂട്ട "നിർത്ത്" എന്ന് പറയുന്നു. ബൊറൂട്ട കൈ നീട്ടി നിൽക്കുന്നു. "ഡേയ്, നിനക്കിത് എന്താണെന്ന് അറിയാമോ?" എന്ന് അവൻ ചോദിക്കുന്നു. "ഇതോ?" ഇത് കണ്ട് ഡെൽറ്റ വരെ ഞെട്ടിപ്പോകുന്നു. "നിനക്കും കർമ്മയുണ്ടോ?"
എന്ന് കവാക്കി ചോദിക്കുന്നു. നീ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബൊറൂട്ടോ ഈ സീലിൻ്റെ പേര് കർമ്മ എന്നാണോ? എനിക്കിത് എന്താണെന്ന് പോലും അറിയില്ല എന്ന് ബൊറൂട്ടോ പറയുന്നു. അതേസമയം ഡെൽറ്റയും കോജിയോട് ചോദിക്കുകയാണ്. ആ പയ്യൻ്റെ കയ്യിലും കർമ്മയുണ്ടല്ലോ, എനിക്ക് പോലും ഒന്നും മനസ്സിലാവില്ലെന്ന് കോജി പറയുന്നു. ഇത് എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് ബൊറൂട്ടോ ചോദിക്കുന്നു. പെട്ടെന്ന് കവാക്കി പുറകിലോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ നീയും കാറയുടെ ട്രാക്കറല്ലേ എന്ന് ചോദിക്കുന്നു. നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നീ കുറച്ച് ക്ഷമയോടെ ഇരിക്കുകയെന്ന് സാരഥയും മിറ്റ്സുക്കിയും പറയുന്നു. പെട്ടെന്ന് നിങ്ങൾ ആരായാലും കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് വരുന്നു. അത് മറ്റാരുമല്ല ഗാറ. ഏയ് എന്താടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വെസിലെടുക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് ഗാറോ പറയുന്നു. എന്താടാ ഇത്, ഒരുത്തൻ പോയാൽ മറ്റൊരുത്തൻ വരുന്നു, ആരാടാ ഈ കോമാളി എന്ന് അവർ പറയുന്നു. ഏയ് ഗാറോ, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് കവാക്കി ചോദിക്കുന്നു. ലീഫ് ഷിനോബിയോ, ആ വെസിൽ എനിക്ക് വേണം, അതുകൊണ്ട് മാറിത്തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങളിവിടെ നിന്ന് പോയേക്ക് എന്ന് അവൻ പറയുന്നു. അതേസമയം അവൻ ഇതും പറയുന്നു, ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ കഥ കഴിച്ച് അവനെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറയുന്നു. അപ്പോൾ അവനാണോ വെസൽ എന്ന് കൊനഹമാരു ചിന്തിക്കുന്നു. നീ എന്നെ പാവമായൊന്നും കരുതണ്ട എന്ന് കവാക്കി വിളിച്ചു പറയുന്നു. നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാനാണ് വന്നത് എന്ന് ഗാറോ പറയുന്നു. ഡേയ്, ഗാറോയുടെ ടാർഗറ്റ് ആ പയ്യനാണ്, അവനാണ് വെസൽ എന്ന് കൊനഹമാരു എല്ലാവരോടും പറയുന്നു. ഞാൻ ഓൾറെഡി നിന്റെ മുഖം മൊത്തം ഞാൻ നാശമാക്കിയിട്ടുണ്ടെന്ന് കവാക്കി പറയുന്നു. ഡേയ്, എന്നെപ്പറ്റി നീ മറന്നേക്ക്, നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഗാറോ വിളിച്ചു പറയുന്നു. നോക്കിയാൽ അവൻ കവാക്കിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നു. കവാക്കിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം എളുപ്പം ഒഴിഞ്ഞു മാറി അവനെ അടുത്തേക്ക് ചാടി വരുന്നു.